ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് പഴം. ചിലപ്പോഴൊക്കെ പഴം കറുത്ത് പോകാറുണ്ട്. അങ്ങനെ കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും അത് കഴിക്കാനൊന്നും മടി കാണിക്കും. ശരിക്കും പറഞ്ഞാൽ പഴുത്ത് കറുത്ത് പോയ പഴത്തിലാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവും പഴുത്ത് കറുത്തുപോയ പഴത്തിലുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ് വരാതിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെയും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് പഴുത്ത് കറുത്തുപോയ 2 പഴങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട കാരമലൈസ് ചെയ്യാനുള്ള ഷുഗർ ഒന്ന് ശരിയാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കാരമലൈസ് ചെയ്ത് വരണം. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കഴിഞ്ഞാൽ സ്പൂണിലെല്ലാം ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് ഉരുകാൻ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് ഓൾമോസ്റ്റ് ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഉരുകി മെൽറ്റ് ആവണം. ഈ സമയമാകുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട്, അതായത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ പാത്രം സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നല്ലപോലെ കട്ടിയായി കാണും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പഴവും മറ്റ് സാധനങ്ങളും റെഡിയാക്കാം. അതിനായിട്ട് 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. എങ്ങനത്തെ പഴമായാലും കുഴപ്പമില്ല. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് പഴമാണ് ആദ്യം അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. വലിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇതിനകത്തോട്ട് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വലിയ ജാർ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിരിക്കും. ഇപ്പം ഞാനിവിടെ പഴമെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 മുട്ടയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴത്തിന് ഓൾറെഡി നല്ല മധുരം കാണും. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഏലക്കയുടെ സീഡാണ്. 3 ഏലക്കയുടെ സീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം അടിച്ചെടുത്തതിന് ശേഷം 200 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈസി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ചു വെച്ചാൽ അതേ പാത്രത്തിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് പത പോലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം നമ്മളിത് മുട്ടയൊക്കെ കൂടെ അടിക്കുന്ന കാരണം ചിലപ്പോൾ ഒരുപാട് പത പോലെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനിതിവിടെ എല്ലാം നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പുഡിങ് കെയർഫുള്ളായിട്ട് കൈയൊന്നും പൊള്ളാതെ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ലിഡ് വെച്ച് മൂടിക്കൊടുക്കുക. എന്നിട്ടൊരു 20-30 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. പുഡിങ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കണം. ഇപ്പം ഇതൊന്നുകൂടെ ചൂടാറാനുണ്ട്. ഞാനിവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഇതുപോലെ കത്തി വെച്ചൊന്ന് വിടുവിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിടണം. സൈഡെല്ലാം വിടുവിപ്പിച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നാലാണ് പുഡിങ് നല്ല ഭംഗിയായിട്ട് കിട്ടുക. ഇപ്പം പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലേറ്റിനകത്തോട്ട് വീണിട്ടുണ്ട്. മുകളിൽ കാരമലൈസ് ചെയ്തതിൻ്റെ ഡിസൈൻ എല്ലാം വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇനി ഒരുപാട് പഴുത്തുപോയ പഴം ആരും കളയരുത്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണിത്. ഒരുപാട് ടൈം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി. കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇതുപോലെ കുറച്ച് ലിക്വിഡായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുക. അപ്പം ആ ലിക്വിഡ് ഇതിൻ്റെ മുകളിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്.
അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്